താബസ്ലാം ലഹർഗ ദർബാമ ദിലേശാന സുറിയായ. സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ 140ാമത്തിലെ ക്ലാസ്സിലേക്ക് സ്വാഗതം. യുള്ളവൻ രചിച്ച ഈസ്റ്റ് സിറിയ ഗ്രാമർ പുസ്തകമായ പൗരസ്ത്യ സുറിയാനി വ്യാകരണ സഹായിയിലെ 1ാം പാഠത്തിലെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എംഫാറ്റിക് സ്റ്റേറ്റിലുള്ള മാസ്കുലിൻ, ഫെമിനിൻ, സിംഗുലർ, പ്ലൂറൽ എന്നിവയാണ് കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ സ്ത്രീലിംഗനാമങ്ങളുടെ നിർമ്മിതി, ഫോർമേഷൻ ഓഫ് ഫെമിനിൻ നൗൺസ്, പുല്ലിംഗനാമങ്ങളുടെയും സ്ത്രീലിംഗനാമങ്ങളുടെയും ബഹുവചന നിർമ്മിതി, പ്ലൂറൽ ഫോർമേഷൻ. ആദ്യം എങ്ങനെയാണ് ഒരു പുല്ലിംഗനാമത്തെ സ്ത്രീലിംഗനാമാക്കുന്നത് എന്ന കാര്യമാണ് ഫോർമേഷൻ ഓഫ് ഫെമിനിൻ നൗൺസ്. ആ എന്നവസാനിക്കുന്നവ താ എന്നാകുന്നു. നൗൺസ് എൻഡിങ് ഇൻ ആ ബിക്കംസ് താ. താവ ബിക്കംസ് താവുസ. ആയി അവസാനിച്ചത് തായായി. താവ, താവുസ. രണ്ടാമത്തേത് നാ എന്നവസാനിക്കുന്നവ നീസ എന്നാകുന്നു. നൗൺസ് എൻഡിങ് ഇൻ നാ ബിക്കംസ് നീത്ത. മൽപ്പാന, മൽപ്പാനീസ, ന നീസ. ന മൽപ്പാന, മൽപ്പാനീസ. ഇനി യാ എന്നവസാനിക്കുന്ന നാമങ്ങളുടെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമുണ്ടെങ്കിൽ ഈത്ത എന്നാകുന്നു. നൗൺസ് എൻഡിങ് ഇൻ യാ ബിക്കംസ് ഈത്ത ഇഫ് ദ പെനാൾട്ടിമേറ്റ് ലെറ്റർ ഹാസ് എ വവൽ. ഉദാഹരണം തലിയ, ത്ലീസ. തലിയ, ത്ലീസ. യാ എന്നവസാനിക്കുന്ന നാമങ്ങളുടെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അത് ഐത്ത എന്നാകുന്നു. നൗൺസ് എൻഡിങ് ഇൻ യാ ബിക്കംസ് ഐത്ത ഇഫ് ദ പെനൾട്ടിമേറ്റ് ലെറ്റർ ഹാസ് നോ വവൽ. ഹെന്തുവായ, ഹെന്തുവായിസ അല്ലെങ്കിൽ ഹെന്തുവായിത്ത. ഹെന്തുവായ, ഹെന്തുവായിത്ത. 4 രീതിയിലാണ് ഫെമിനിൻ ഫോർമേഷൻ. ആ എന്നവസാനിക്കുന്നവ താ അല്ലെങ്കിൽ സ എന്നാകുന്നു. ന എന്നവസാനിക്കുന്നവ നീത്ത അഥവാ നീസ എന്നാകുന്നു. യാ എന്നവസാനിക്കുന്നവ ഈത്ത അല്ലെങ്കിൽ ഈസ എന്നാകുന്നു. യാ എന്നവസാനിക്കുന്നവ ഐത്ത എന്നാകുന്നു. ഇങ്ങനെ 4 രീതിയിലാണ് സ്ത്രീലിംഗനാമങ്ങളുടെ ഫോർമേഷൻ. ആ ബിക്കംസ് ത, ന ബിക്കംസ് നീത്ത, യാ ബിക്കംസ് ഈത്ത, യാ ബിക്കംസ് ഐത്ത്. ഇനി എങ്ങനെയാണ് മാസ്കുലിൻ നൗൺസിൻ്റെ പ്ലൂറൽ ഫോർമേഷൻ, പുല്ലിംഗ ബഹുവചന നാമങ്ങളുടെ നിർമ്മിതി? ആ എന്നവസാനിക്കുന്നവ എ എന്നായി മാറുന്നു. താവാ, താവേ. ഇനിയും യാ എന്നവസാനിക്കുന്നവ ആയ എന്നായി മാറുന്നു. നൗൺസ് എൻഡിങ് ഇൻ യാ ബിക്കംസ് ആയ. സമിയ, സുമയ്യ. സമിയ, സുമയ്യ. ഇനിയും പുല്ലിംഗനാമങ്ങളുടെ ബഹുവചന നിർമ്മിതി 2 രീതിയിലാണ്. ഒന്നുകൂടെ പറയുകയാണ്. ആ ബിക്കംസ് എ, യാ ബിക്കംസ് ആയ. ഇനിയും ബഹുവചന നാമങ്ങളുടെ നിർമ്മിതി സ്ത്രീലിംഗ നാമങ്ങളുടേതാണ്. ഫോർമേഷൻ ഓഫ് ഫെമിനിൻ പ്ലൂറൽ. താ ബിക്കംസ് ആത്ത. കന്ദിഷ്ത, കന്ദീശാസ. കന്ദിഷ്ത, കന്ദീശാസ. ഇനി ഊത്ത എന്നവസാനിക്കുന്നവ വാത്ത എന്നാകുന്നു. ഊസ, വാസ ആകുന്നു. മൽക്കൂസ, മൽക്കുവാസ. മൽക്കൂസ, മൽക്കുവാസ. മൂന്നാമതായി ഈത്ത എന്നവസാനിക്കുന്നവ യാത്ത എന്നായി മാറുന്നു. അല്ലെങ്കിൽ ഈസ എന്നവസാനിക്കുന്നവ യാസ എന്നായി മാറുന്നു. മൽപ്പാനീസ, മൽപ്പാന് യാസ. മൽപ്പാനീസ, മൽപ്പാന് യാസ.
ഐത്ത എന്നവസാനിക്കുന്നവ ആയാത്ത എന്നായി മാറുന്നു. ഐസ എന്നവസാനിക്കുന്നവ ആയാസ എന്നായി മാറുന്നു. ഹിന്ദുവായിത്ത, ഹിന്ദുവായാസ, ഹിന്ദുവായിത്ത, ഹിന്ദുവായാസ. സംഗ്രഹം ഇപ്രകാരമാണ്. ത അല്ലെങ്കിൽ സ എന്നവസാനിക്കുന്നവ ആത്ത അല്ലെങ്കിൽ ആസ എന്നാകുന്നു. ഊസ എന്നവസാനിക്കുന്നവ വാസ എന്നാകുന്നു. ഈത്ത അല്ലെങ്കിൽ ഈസ എന്നവസാനിക്കുന്നവ യാസ എന്നാകുന്നു. ഐത്ത എന്നവസാനിക്കുന്നവ ആയാസ അല്ലെങ്കിൽ ആയാത്ത എന്നാകുന്നു. ഇങ്ങനെ 4 രീതിയിലാണ് ഫെമിനിൻ നാമങ്ങളുടെ ബഹുവചന നിർമ്മിതി. ത ബിക്കംസ് ആത്ത, ഊത്ത ബിക്കംസ് വാത്ത, ഈത്ത ബിക്കംസ് യാത്ത, ആയിത്ത ബിക്കംസ് ആയാത്ത. ഇനി ഇതിലെ പരിശീലനങ്ങളിൽ 1.1 കഴിഞ്ഞ ക്ലാസ്സിൽ പറയാത്ത ഏതാനും ചില കാര്യങ്ങളാണ്. അവശേഷിക്കുന്നവ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി കാണാൻ പോകുന്നത്. മുശംശാന, മുശംശാനെ, മാസ്കുലിൻ സിംഗുലർ, മാസ്കുലിൻ പ്ലൂറൽ. മുശംശാനീസ, മുശംശാനിയാസ, ഫെമിനിൻ സിംഗുലർ, ഫെമിനിൻ പ്ലൂറൽ. ദക്കിയ, ദക്കയ്യ, മാസ്കുലിൻ സിംഗുലർ, മാസ്കുലിൻ പ്ലൂറൽ. ദക്കീസ, ദക്കിയാസ, ഫെമിനിൻ സിംഗുലർ, ഫെമിനിൻ പ്ലൂറൽ. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് ഫോർമേഷൻ ഓഫ് ഫെമിനിൻ നൗൺസ്, ഫോർമേഷൻ ഓഫ് മാസ്കുലിൻ പ്ലൂറൽ, ഫോർമേഷൻ ഓഫ് ഫെമിനിൻ പ്ലൂറൽ. തൗദി, സംഗി. എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.